ചന്ദ്രപക്ഷത്തേക്ക് സ്വാഗതം. നമ്മൾ ശരീരബദ്ധരായി ജീവിക്കുന്നവരാണ് അധികവും. എന്ന് വെച്ചാൽ നമ്മുടെ സുഖവും ദുഃഖവുമെല്ലാം ശരീരത്തിൻ്റെ സുഖവും ദുരിതവും എങ്ങനെയോ അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ധാരാളം ധനം കിട്ടിയാൽ സുഖം, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ സുഖം, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റിയാൽ സുഖം, ആഡംബരത്തോടുകൂടിയ വാഹനം, വീട് ഇതൊക്കെ കരഗതമായാൽ സുഖം, ഉത്തമയായ സ്ത്രീയെ ഭാര്യയായി ലഭിച്ചാൽ അല്ലെങ്കിൽ ഭർത്താവായി ലഭിച്ചാൽ സുഖം. എന്നാൽ ഇതിനൊരു മറുപുറവുമുണ്ട്. ശരീരം എപ്പോൾ വേണമെങ്കിലും രോഗഗ്രസ്തമാകാം. ഭക്ഷണം കഴിക്കാൻ അപ്പോൾ നിയന്ത്രണങ്ങളായി സ്വാതന്ത്ര്യം നഷ്ടപ്പെടാം. ആശുപത്രിയിലോ വീട്ടിൽ തന്നെയോ ബന്ധിക്കപ്പെടുകയും ചെയ്യാം. ശരീരത്തെ അമിതമായി ആശ്രയിച്ചാൽ വന്നു ചേരാവുന്ന കുഴപ്പങ്ങളാണ് അവ. ശരീരത്തിനപ്പുറം നമുക്ക് സുഖവും സംതൃപ്തിയും തരുന്ന മറ്റൊരു തലവും കൂടിയുണ്ട് എന്ന് തിരിച്ചറിയണം. ആത്മീയ തലമാണ് അത്. സാധാരണ കുടുംബജീവിതം നയിക്കുന്നവർക്കും പ്രാപ്യമാണ് ആ തലം. വീക്ഷണഗതി അല്പമൊന്ന് മാറ്റിയാൽ മാത്രം മതി. ഒരിക്കൽ പരമശിവൻ ശ്രീശങ്കരാചാര്യ സ്വാമികളെ പരീക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു ഭ്രാന്തനായ ഭിക്ഷുവിന്റെ വേഷത്തിൽ ആചാര്യസ്വാമികൾ സഞ്ചരിക്കുന്ന വഴിയിൽ ശിവൻ എതിരെ വന്നു. സ്വാമികൾ ഭിക്ഷുവിനോട് വഴിമാറിത്തരൂ എന്ന് ആജ്ഞാപിച്ചു. ഉടൻ ഭിക്ഷുവിന്റെ മറുപടി: ഏതാണ് മാറേണ്ടത്, ഈ ശരീരമോ അതോ ആത്മാവോ? ശ്രീശങ്കരൻ ആകെ പതറിപ്പോയി ഇത് കേട്ട്. ഭിക്ഷുവിന്റെ കാൽക്കൽ വീണ് മാപ്പിരന്നു. ശിവന്റെ ദർശനവും നേടി എന്ന് കഥയുണ്ട്. ആത്മീയ തലത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന കഥയാണ് അത്. നമുക്ക് സാധാരണ പോലെ മൊബൈൽ ഫോൺ തന്നെ മറ്റൊരു ഉദാഹരണമാക്കാം. ആദ്യമൊക്കെ ഫോണിലെ വിവരങ്ങൾ ഫോണിൽ തന്നെ, ഹാൻഡ്സെറ്റിൽ തന്നെയാണ് ശേഖരിച്ചു വച്ചിരുന്നത്. ഹാൻഡ്സെറ്റിന് തകരാറ് പറ്റിയാൽ ഡേറ്റ മുഴുവൻ നഷ്ടപ്പെടും. ഹാൻഡ്സെറ്റിൻ്റെ മേന്മയനുസരിച്ചാണ് ഡേറ്റയുടെ സുരക്ഷിതത്വം നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയുന്നവർക്ക് ഈ ഡേറ്റ മുഴുവൻ ക്ലൗഡ് എന്നൊരു തലത്തിൽ സൂക്ഷിക്കാം. ഹാൻഡ്സെറ്റ് നശിച്ചു പോയാലും അതുവഴി ശേഖരിച്ച ഒരു വിവരവും നഷ്ടപ്പെടില്ല. മറ്റൊരു ഫോൺ വാങ്ങിച്ച് അതിലേക്ക് ഈ വിവരങ്ങളെല്ലാം വീണ്ടെടുക്കുകയും ചെയ്യാം. ഹാൻഡ്സെറ്റ് നശ്വരമാണ്, ഡേറ്റ അനശ്വരമാണ്. അതുകൊണ്ട് ഹാൻഡ്സെറ്റിനെ അമിതമായി ആശ്രയിക്കരുത്, ആകർഷിക്കപ്പെടരുത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ആധാരമാക്കേണ്ടത്. നമ്മുടെ സുഖവും ദുഃഖവും ചിന്തകളും ശരീരത്തെ ചുറ്റിപ്പറ്റി ആവരുത്. ആത്മീയ തലത്തിലുള്ളതായാൽ ശരീരത്തിനോ നമ്മുടെ ഭൗതിക സമ്പത്തുക്കൾക്കോ വരുന്ന മേന്മയോ നാശമോ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല. കാരണം നമ്മുടെ സുഖ ദുഃഖ ചിന്തകളും സംതൃപ്തിയും എല്ലാം ക്ലൗഡ് സ്റ്റോറേജിൽ എങ്ങനെ ഫോൺ ഡേറ്റ സൂക്ഷിച്ചിരിക്കുന്നു, അതുപോലെ ആത്മീയ തലത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തെപ്പോലും ഭയമുണ്ടാവില്ല എന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാനും കഴിയും എന്ന അനവധി ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ശാരീരിക തലമോ ആത്മീയ തലമോ ഏതാണ് വേണ്ടത്? ചിന്തിക്കുക, സ്വീകരിക്കുക. നമസ്തേ.